വിദേശ രാജ്യങ്ങളിൽ താരദശയ്ക്ക് വേണ്ടി നടീനടന്മാരെ കൊണ്ടുപോകുന്ന റിഹേഴ്സലിൽ നടന്ന കൂട്ട അടി. അതിൽ ജയറാം അടക്കം പല നടീനടന്മാർക്കും പരിക്കേറ്റു. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശങ്ങളിൽ മലയാളത്തിലെയും തമിഴ്നാട്ടിലെയും നടീനടന്മാരെ കൊണ്ടുപോയി താരനിശകൾ അവതരിപ്പിക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മലയാളികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വിജയൻ എന്നുള്ള കഥാപാത്രം. അദ്ദേഹം ഇവിടെ നിന്ന് ആർട്ടിസ്റ്റുകളെ പറഞ്ഞു ഉറപ്പിച്ച്, അതായത് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഉറപ്പിച്ച് അത് കൃത്യമായി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ താരനിശ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ താരനിശയെ വീണ്ടും വീണ്ടും മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ വിജയൻ ഒരു സംഘം ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത് ജയറാം, ഷീല, നവ്യ നായർ, സിദ്ദിഖ്, ജഗദീഷ്, അങ്ങനെ കുറേ പേരുണ്ടെന്ന് ആലോചിക്കും. ജഗതി അടക്കം കുറേ പേരുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ റിസോർട്ടിലാണ് റിഹേഴ്സൽ. ആ റിഹേഴ്സൽ ഞാൻ അവിടെ റിഹേഴ്സൽ കാണാനും റിപ്പോർട്ട് ചെയ്യാനും പോയിരുന്നു. അപ്പോൾ അവിടെ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗൾഫിലേക്ക് പോകണം. അന്ന് ജഗതി എത്തിയില്ല. ജഗതി ഊട്ടിയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. ഇത്തിരി വൈകിയാണ് വന്നത്. വൈകി എത്തിയാലും ജഗതിയുടെ ഭാഗം വളരെ ക്ലിയറാക്കും. അത് വേർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പ്രസ് മീറ്റ്. രാത്രി ഒരു 10-11 മണിക്കാണ് പ്രസ് മീറ്റ് വെച്ചതെന്ന് ആലോചിക്കണം. ആ പ്രസ് മീറ്റിലടക്കം ഞങ്ങളുണ്ട്. അപ്പോൾ ഓരോ മോഹൻലാൽ സംസാരിച്ചു, ഷീല സംസാരിച്ചു, ജയറാം സംസാരിച്ചു, ജഗദീഷ് സംസാരിച്ചു, സിദ്ദിഖ് സംസാരിച്ചു. അപ്പോഴൊക്കെ ജഗതി ഇങ്ങനെ ഒതുങ്ങിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ജഗതി അല്ലെങ്കിൽ എല്ലായിടത്തും സംസാരിക്കുന്നതാണ്. അപ്പോൾ സിദ്ദിഖ് നിർബന്ധിച്ചു, അമ്പിളിയേട്ടാ, ഈ ജഗതിയെ അമ്പിളി എന്നാണ് പലരും സ്നേഹമുള്ളവർ വിളിക്കുക, അമ്പിളിച്ചേട്ടാ രണ്ടു വാക്ക് സംസാരിക്കുന്നത്, നിങ്ങളെന്താ അനങ്ങാതിരിക്കുന്നത്? ഞാൻ സംസാരിച്ച് ശരിയാവില്ല. അങ്ങനെ നിർബന്ധിച്ച് ജഗതി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത് അതിൻ്റെ താരനിശയുടെ സംഘാടകനായിട്ടുള്ള വിജയൻ്റെ അസിസ്റ്റൻ്റൊക്കെ ഉണ്ട്, ഷീല, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 20 മിനിറ്റോളം ജഗതി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വിജയൻ്റെ നേരെ ചൂണ്ടി പറഞ്ഞു, ഈ മനുഷ്യൻ എന്നല്ല വാക്കല്ലോ, ഈ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ 4 വർഷം മുമ്പ് എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബിസിനസ്സുകാരനല്ല. അപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരനല്ലേ? ഞങ്ങളെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ച് അതിൽ ലാഭം ഉണ്ടാക്കി ഞങ്ങൾക്ക് പണം തന്ന് ഇവിടെ നിൽക്കുക, അച്ഛൻ ബിസിനസ്സുകാരനല്ലേ എന്ന് ജഗതി തർക്കത്തിനിടയിൽ പെട്ടെന്ന് ജയറാം ചാടി എണീറ്റ് പറഞ്ഞു, അമ്പിളിച്ചേട്ടൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചതാരാണ്? നിശബ്ദത. ഷീല ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നു. മോഹൻലാലൊന്നും മനസ്സിലായില്ല. എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. തമാശ പറഞ്ഞാണെന്ന് ആദ്യം വിചാരിച്ചിരുന്നത്. ജയറാം വീണ്ടും ചോദിച്ചു, പറയൂ അമ്പിളിച്ചേട്ടാ, ആരാണ് നിങ്ങളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്? ആരും പറയാതായപ്പോൾ അമ്പിളി വിജയൻ്റെ അടുത്ത് നിന്നിരുന്ന അസിസ്റ്റന്റിനെ ചൂണ്ടി പറഞ്ഞു, ഇവനാണ് എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്. പെട്ടെന്ന് രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ജയറാം ആ ചെറുപ്പക്കാരനെ കയറി അടിച്ചു. മറ്റൊന്ന്, ചെറുപ്പക്കാരൻ അതേ നാണയത്തിൽ ജയറാമിനടിച്ചു കഴിഞ്ഞ് പിന്നെ അതൊരു കൂട്ടത്തല്ലായി മാറി. പൊരിഞ്ഞ കൂട്ടയടി. ഈ അടി കണ്ട് ഷീല നെഞ്ചത്ത് കൈവച്ചു. മോഹൻലാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. ആരെ പിടിച്ചു മാറ്റും? വേണ്ട മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇടയ്ക്ക് ചില കൈകളൊക്കെ ലാലിന് നേർക്കുന്നുണ്ട്. അവസാനം ഒരു പരുവത്തിലെ അടി അവസാനിച്ചു. അത് ലാലിൻ്റെ മിടുക്ക്. അപ്പം തന്നെ അവർ പറഞ്ഞു, ഇനി ഈ ഷോയ്ക്ക് ഞങ്ങൾ ആരുമില്ല. ജയറാം പരസ്യപ്പെടുത്തി. ജയറാമിൻ്റെ ജഗതി പറഞ്ഞു, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. ഷോ നടന്നില്ലെങ്കിൽ എന്താ സ്ഥിതി? അതിലും മോഹൻലാൽ ഇടപെട്ടു. മോഹൻലാൽ ഇത്രയേ പറഞ്ഞുള്ളൂ, ഇത് നമ്മൾ ഏറ്റതാണ്, പണം വാങ്ങിയതാണ്, അവരും വഴി ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു, ഇതെന്തായാലും നമുക്ക് നടത്താം. മറ്റു കാര്യങ്ങൾ ഇനി ഭാവിയിൽ പോണ്ടേ എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാം എന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്തിൽ പിരിയാൻ ശ്രമിച്ചപ്പോൾ ഷീല ഒരു ചോദ്യം ചോദിച്ചു. ഇത്രയൊക്കെ നടന്നു, അടിയൊക്കെ നടന്നു, ആസിഡ് ഒഴിച്ചു എന്നാണ് പറയുന്നത്,
എന്താ കാരണം, എവിടെ വെച്ചാണ് ആസിഡ് ഒഴിച്ചത്? ഷീല ചോദിച്ചു പോയി. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് ജഗതിയാണ്. ജഗതിയും വിജയൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് വിജയൻ തുടക്കമിട്ടു. ഈ പരിപാടി ജഗതിക്ക് 10 ലക്ഷം രൂപയാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തിരുന്നത്. അന്ന് ജഗതിയുടെ പേരിലാണ് ആ ഷോ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അതിനിടയിൽ അറിഞ്ഞു ജഗതി ഞങ്ങളോടൊപ്പം ഗൾഫിലേക്ക് വരുന്നില്ല എന്നൊരു വാർത്ത കിട്ടി. ജഗതി വന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഷോ തകരാറിലാവും, അവിടെ കേസ് കൊടുക്കും, അവിടുത്തെ നിയമങ്ങൾ അറിയാലോ. പിന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതുവരെ ഞങ്ങൾ കൊണ്ടുപോയ ഒരു പരിപാടിയും പരാജയപ്പെട്ടിട്ടില്ല. അത്രയും വിശ്വാസമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അപ്പോഴാണ് വിനയൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ജഗതി ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ അവിടെ പോകുന്നു എന്നാണ് വിജയൻ പറഞ്ഞത്. അവിടെ ചെല്ലുന്നു, ജഗതിയെ കാണുന്നു. ജഗതി പറഞ്ഞു, സോറി കേട്ടോ, എനിക്ക് ഈ ഗൾഫ് യാത്രയിൽ നിന്ന് ഒഴിവാകേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ വിജയൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഷോ വെച്ചത്, എഗ്രിമെൻ്റ് ഇട്ടിട്ടുണ്ട്, അത് പോകാതെ വരാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആകെ തകർന്നു പോകും. ജഗതി പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഈ ഷൂട്ടിംഗ് പൂർത്തിയാക്കണം, ഞാൻ അവിടെ നിന്ന് ശരിയാവില്ല എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ മനസ്സിലായി, തമാശ പറയുകയല്ല, ഇത് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ വിജയൻ്റെ അസിസ്റ്റൻ്റായ ആ ചെറുപ്പക്കാരൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് സൂക്ഷിച്ചിരുന്ന കുപ്പിയിൽ ആസിഡ് എടുത്ത് കാണിച്ചു. ജഗതി ചേട്ടാ, ഇപ്പം ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത്, പക്ഷേ കളി കാര്യമായാൽ ഈ ചേട്ടൻ വിളിയൊക്കെ മാറും. കാശ് എണ്ണി മേടിച്ചതാണ്, അവിടെ ഞങ്ങൾ ടിക്കറ്റ് വിറ്റതാണ്. വരില്ലെങ്കിൽ ഉറപ്പാണോ? ഉറപ്പാണ്. വരെങ്കിൽ ദാ എൻ്റെ കയ്യിലേക്ക് ആസിഡ് ഇടല്ലോ, അത് ഞാനങ്ങോട്ട് ഒഴിക്കും, പിന്നെ അഭിനയിക്കില്ല, മുഖം വെച്ച് അഭിനയിക്കില്ല പറഞ്ഞു. ഒന്ന് വേനങ്ങാരിയുടെ ചെറുക്ക, ഈ രീതിയിലാണ് ജഗതി പറഞ്ഞത്. നിങ്ങൾക്ക് പുച്ഛമായിരിക്കും, ഞാൻ പറഞ്ഞോണം ചെയ്യും. ഇത് നെഞ്ച് പൊട്ടി നിൽക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. ജീവൻ മരണ പോരാട്ടം പോലെയാണെന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ഇവർ നിഷേധിച്ചാൽ മതി, അല്ലെങ്കിൽ കാശ് മടക്കി തന്നാൽ മതി, പ്രശ്നം തീർന്നു. ഞങ്ങൾക്കത് പോരാ. സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ആ സീരിയസ്, ഞാൻ വരാൻ പറ്റില്ല, അങ്ങനെ വരും. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇത് ഒഴിക്കാൻ പോണു എന്ന് പറഞ്ഞ് ആസിഡ് കുപ്പിയിൽ തുറന്ന് ആസിഡ് ജഗതിയുടെ മുഖത്ത് ഒഴിക്കാൻ പോയ സമയം വിജയൻ കയറി പിടിച്ചു. അരുത്, വരട്ടെ, ഒരു ചാൻസ് കൂടി കൊടുക്കാം. അപ്പം ജഗതിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഒരിക്കൽ കൂടി ചോദിച്ചു, നിങ്ങൾ ഷോയ്ക്ക് വരുന്നോ ഇല്ലയോ? ഷോയ്ക്ക് വന്നില്ലെങ്കിൽ പറഞ്ഞ പോലെ ചെയ്തിരിക്കും, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അവർ അത് ചെയ്യുമെന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടും ആയിരിക്കാം ജഗതി സമ്മതിക്കുന്നു, ഗൾഫിലേക്ക് ഷോയ്ക്ക് പോകുന്നു. ഇതാണ് അന്നുണ്ടായ ആ സംഭവമെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അത് കേട്ട് ഷീല പറഞ്ഞു, അല്ല അത് വാസിട്ട് അന്ന് വീണെടുത്ത് സ്ഥിതിയാലിച്ച് നോക്ക്. അതുകൊണ്ട് 4 വർഷത്തിന് ശേഷം വീണ്ടും ജഗതി ഈ ടീമിൽ വന്നല്ലോ. ആ പഴയതെല്ലാം മറന്നിരിക്കുന്നു. ജഗതി, പഴയതൊക്കെ ഞാൻ മറന്നു, കാശ് മേടിച്ചിട്ടുള്ളതല്ലേ. പക്ഷെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, അതിന് അടിപിടി കൂടാനുള്ളതല്ല, എനിക്കിങ്ങനെ 4 വർഷം മുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ പിന്നീട് ഭംഗിയായി ഗൾഫിൽ പോയി ഇവർ പ്രോഗ്രാം അവതരിപ്പിച്ചു. എങ്കിലും ജയറാമിനെ കാണുമ്പോൾ അറിയാതെ മോഹൻലാൽ ചോദിക്കുമായിരുന്നു, അന്ന് ഇത്തിരി ഓവറായിരുന്നു അല്ലേ ജയറാമേ? ആ ഓവറായിരുന്നില്ലെങ്കിൽ ജയറാം ഇതിന് ധൈര്യം കാണിക്കുമായിരുന്നു. ശരിയായിരുന്നു, ജയറാം അന്ന് റിസോർട്ടിൽ വെച്ച് നന്നായി ആഘോഷിച്ചിരുന്നു. ആ ആഘോഷത്തിൻ്റെ വീര്യമാണ് അടിക്കാനുള്ള ശക്തി കൊടുത്തത്.